പിന്നെ നല്ലത് പറയുന്നവരുമുണ്ട്. നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി കഴിക്കാം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ അനുഗ്രഹം കൊടുക്കും. പേഴ്സണലി എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ അത് പറയാം. എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ അനുഗ്രഹം കൊടുക്കും. അതുകൊണ്ട് അനുഗ്രഹം വേണ്ടവർ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഒന്നും കൂടി കൂടുതൽ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുക. 2 ലൈക്ക് ചെയ്യരുത്, അനുഗ്രഹം കിട്ടില്ല. പിന്നെ അതിലേറെ കൂടുതൽ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് അനുഗ്രഹമാണ്. അനുഗ്രഹം കൊണ്ട് അടിപിടി, ടോട്ടൽ അനുഗ്രഹം, ആകെ മൊത്തം ടോട്ടൽ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി നിങ്ങൾക്ക് മാത്രമല്ല അനുഗ്രഹം വേണ്ട, നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർക്കും അനുഗ്രഹം വേണമെങ്കിൽ എൻ്റെ ചാനൽ റെക്കമെൻഡ് ചെയ്യൂ, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യൂ, അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ അനുഗ്രഹം വാങ്ങിക്കൂ. NP അംബുജാക്ഷൻ, ടെമ്പിൾ റോഡ്, തായങ്കഴി. കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ്? അതിൽ ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു 100 രൂപ കൊടുക്കുന്നുണ്ട് കേട്ടുന്നുണ്ട്. ശ്രീനിവാസിൻ്റെ അഴകിയറാവുള്ള ഡയലോഗ് പറയാൻ തോന്നുന്നത്. അതായത് റിയാക്ഷൻ വീഡിയോയുടെ പേരിൽ നല്ലത് പറയുന്നവർക്കൊക്കെ കുറച്ച് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് കേട്ടു. ഇത് വാങ്ങാൻ വന്നതാണ് പറഞ്ഞ പോലെ. ദീപ്തി സീതത്തോട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ ദീപ്തിയുടെ ഒരു വീഡിയോ കണ്ടുവന്ന്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ് പല കാര്യങ്ങളും അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ റിയാക്ഷൻ വീഡിയോസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തതിൽ വെച്ചിട്ട് സപ്പോർട്ട് മാത്രം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. റീസെൻ്റായിട്ട് അവരുടെ ആ ഒരു കമൻറ്റ് ഇഷ്യൂ വന്ന സമയത്ത് ഈ റാണി P സദാശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഉൾപ്പെടുന്ന ഒരുപാട് പേര് അവർക്ക് വളരെ മോശമായി കമൻ്റ് ഇടുന്നതിൽ നിന്ന് ഈ റാണീനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. പിന്നെ അവരെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വലിയ കാര്യം ചെയ്തു, അത് ചെയ്തത് കൊണ്ട് നമുക്കൊരു പ്രത്യുപകാരം വേണമെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നോ എന്നൊന്നും വിചാരിച്ച് പറയുന്നല്ല കേട്ടോ. നമ്മളതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഭഗവത്ഗീതയിൽ പറയും, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. അതായത് ഇത് പറഞ്ഞിട്ട് ആത്മീയ പ്രഭാഷണം നടത്തല്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നൊരു സംഭവമാണ്. യു ഹാവ് ദി റൈറ്റ് ടു ഡു യുവർ റെസ്പോൺസിബിലിറ്റി, പക്ഷേ യു ഡോണ്ട് ഹാവ് ദി റൈറ്റ് ടു ഫ്രൂട്ട്സ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടീസ് ചെയ്യാനുള്ള ആ അവകാശമുണ്ട്, പക്ഷെ അതിൻ്റെ ഫലം ഇച്ഛിക്കാനുള്ള അവകാശമില്ല, അതിൻ്റെ ഫലം കിട്ടാനുള്ള അവകാശമില്ല എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ചാരിറ്റിക്കല്ല. രണ്ടാമത് നിങ്ങളുടെ, അതായത് ഇപ്പോൾ ആരെ പറ്റിയാണോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, ഇവരുടെ ഒന്നും അനുഗ്രഹമോ പ്രീതിയോ പ്രാക്കോ ഒന്നും പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല. ഇത് അപ്പ് ഫ്രണ്ടായിട്ട് തന്നെ പറയട്ടെ. നമുക്ക് ഒരു സോഫ്റ്റ് കോർണർ ആരോടും ഇല്ല. റിലേഷൻഷിപ്സ് ഉണ്ട്, പല ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ട്. ഈ ദീപ്തിയുടെ കേസിൽ ഇത്രയേ ഉള്ളൂ. ദീപ്തിയുടെ ഈ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരു പ്രാവശ്യം ഈ റാണി P സദാശിവത്തിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ദീപ്തിയെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ, നല്ല ടേംസിലുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. വളരെ ക്ലിയർ ആയിട്ടൊരു കോൺവെർസേഷൻ ആയിട്ട് ഞങ്ങൾ സംസാരിച്ച് വെച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ വീഡിയോസ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് എനിക്ക് തോന്നുന്നു ഡിസംബറിലായിട്ട് തോന്നുന്നു 2024 അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു വാട്സാപ്പിൽ. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യട്ടെ എന്ന്. അതായത് ബേസിക്കലി നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നു പറഞ്ഞാൽ അവർക്ക് ഒരുപാട് വിഷമങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് നമ്മളുടെ കാരണം കൊണ്ട്, പക്ഷേ നമ്മളിങ്ങനെ സംസാരിക്കുന്ന കാരണം കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവരുത് എന്നുള്ള കണ്ടീഷനിൽ സംസാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അത് ചോദിക്കാൻ വേണ്ടി ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ടിൽ ദിസ് ഡേറ്റ്, ടിൽ ദിസ് മൊമെൻറ്റ് എനിക്ക് അതിനുള്ള റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ, ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. നമുക്ക് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. വെച്ചിട്ട് നമ്മൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് പറയുന്നില്ല. എന്താണോ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത് അത് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, എൻ്റെ ഈ ചാനലിൽ ഞാനൊന്നും അന്വേഷിച്ച് ചെന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചൂടെ? ബിക്കോസ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്തായാലും പറയാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താണോ കൊണ്ടുവന്നിടുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞു. അതും ചാരിറ്റിക്കല്ല, അതും മോണിറ്റൈസേഷൻ ഇസ് ദി ഓൺലി തിങ് ദാറ്റ് വി ആർ ലുക്കിംഗ് അറ്റ്. നമുക്ക് മോണിറ്റൈസേഷൻ ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പറഞ്ഞെന്നുള്ള ദീപ്തി സീതത്തോടിൻ്റെ വീഡിയോ കണ്ടവർക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ദീപ്തി സീതത്തോടിൻ്റെ കാര്യങ്ങളൊക്കെ, മറ്റേ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ, അവരുടെ ലൈഫും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവരുന്നതൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഒബ്വിയസ്ലി ഇതും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടു വന്നിട്ടുള്ള നിങ്ങൾ ദീപ്തിയുടെ ഒരു ഫാൻ ആയിരിക്കാം, ഫാമിലി മെമ്പർ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കാം പോയിരിക്കുന്നത്. അതിനൊന്നും നമുക്കൊരു ഒബ്ജക്ഷനും ഇല്ല കേട്ടോ. അവർക്ക് റീസെൻ്റായിട്ട് ഒരുപാട് ഇഷ്യൂസ് അവർക്കിപ്പോൾ നടക്കുന്നുണ്ട്. അവരുടെ
പണ്ടത്തെ സംഭവം തന്നെ കമൻ്റ് ഇടുന്നു. ആ റാണി അതേമാതിരി വേറെ ഏതൊക്കെ ഒരുപാട് പേരുണ്ട്, ആൻസിയോ അങ്ങനെ ആരൊക്കെ കമൻ്റ് ഇടുന്നവരുണ്ട്, അവർക്കെതിരെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് പല രീതിയിൽ അവർ അനുഭവിച്ചു വന്നിട്ടുള്ള. അപ്പോൾ സോ ഷി ഹസ് ഗോട്ട് ദി റൈറ്റ് ടു കംപ്ലയിൻറ്റ് ചെയ്യാനോ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാനുള്ള എവറി റൈറ്റ് അവർക്കുണ്ട്. അവരതന്നെ ചെയ്യണം ടിൽ ദി മൂമെൻറ്റ് അവർക്കൊരു നീതി കിട്ടും എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് അറ്റം വരെ അവർ പോകണം. അവർ നല്ല ഏതൊരു വ്യക്തിയും പോകണം. ഇതിൽ എനിക്കൊരു വിയോജിപ്പുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. 2 or 3 എനിക്ക് ഓർമ്മയില്ല. എനിക്ക് വിയോജിപ്പുള്ള സംഗതികൾ എന്താണെന്നറിയോ? ഒന്ന്, ഈ പറഞ്ഞിട്ടുള്ള സംഭവം ഓഫ് ലേറ്റ് അവരുടെ വീഡിയോസ് ഞാൻ പണ്ട് കാണുന്ന പോലെയല്ല ഇന്ന്. ഞാനുള്ളത് പറയാലോ, എനിക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരം ഫീൽ ചെയ്യുന്നു. നമുക്കൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് അവിടെ സംസാരത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറാണ്. നമ്മൾ ഒരുപാട് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ നേടി നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ആദ്യം എളിമയായിട്ട് നിൽക്കുന്നു, പിന്നീട് ഞാൻ തോന്നിയ കാര്യം പറയണം കേട്ടോ. മേ ബി നിങ്ങൾക്കത് ഉണ്ടായിരിക്കില്ല, ഇവർക്കത് ഉണ്ടായിരിക്കില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാലോ, സോറി ഇഫ് ഇറ്റ് ഹേർട്സ് യു, പക്ഷേ ഞാൻ പറയാം, നമുക്ക് ഫീൽ ചെയ്യുന്നു ഒരു അഹങ്കാരമുണ്ട് എവിടെയോ എന്നുള്ളത്. ബാക്കിയുള്ളവർക്ക് തോന്നില്ലായിരിക്കാം, എനിക്ക് തോന്നിയിട്ടോ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു. ഒന്നത്. രണ്ടാമത്തെ കേസ്, ഇവരും യൂട്യൂബർ ഡാനി സത്യനും അതുപോലെ പിന്നെ വേറെ ഏതൊക്കെയോ യൂട്യൂബേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസാണ്. അതിൻ്റെ പേരിലാണ് അവരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ളത്. ആരുടെ പേരിലാണോ കേസ് കൊടുത്ത് എന്നുള്ള അവർ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് പറയാമല്ലോ വളരെ ക്ലിയർ ആയിട്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാരെ എക്സ്പോസ് ചെയ്യാത്തത്? നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരെ എക്സ്പോസ് ചെയ്യണം. ഈ യൂട്യൂബറെ കുറിച്ച് ഇവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാനുള്ള ആർജവം വേണം. ഇത് ആർജവം ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിരിക്കില്ല ഒരുപക്ഷെ. ചിലപ്പോൾ അവർക്ക് ആ ഒരു പോക്കറ്റ് ഒരു ഫ്രീ ആയിട്ട് മുഫ്തിൽ അവർക്കൊരു ഫ്രീ ആയിട്ട് അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഒരുപക്ഷെ അതായിരിക്കാൻ റീസൺ അതുകൊണ്ട് അവർ ഫേമസ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ ഒരുവിധം നിങ്ങളുടെ ഈ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന നിങ്ങളെ ഓഡിയൻസിന് തന്നെ മനസ്സിലാവുമായിരിക്കാം ഈ വ്യക്തിയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഡാനി സത്യനാണെന്നുള്ളത്. ഡാനി തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഹൂഎവർ ഇറ്റ് ബി, ഡാനി സത്യൻ ഓർ എനി പേഴ്സൺ, അത് എന്താ ആയിക്കോട്ടെ, നിങ്ങൾ അത് കേസായിട്ട് പോകും, നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോടതി നീതിപീഠത്തിൽ വിശ്വാസം ഉണ്ടല്ലോ, അതിൻ്റെ അനുസരിച്ച് പോട്ടെ. ഞാൻ അത്ര പറയുന്നുള്ളൂ. കഴിയുന്നതും നമ്മൾ എന്താണോ എൻ്റെ ഒരു പോളിസി അതാണ്, കഴിയുന്നതും എന്താണോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അത് വെച്ച് റിയാക്ട് ചെയ്യുക. അല്ലാതെ പേഴ്സണലി ഒരാളെയും വിളിച്ചിട്ട് അവിടുന്ന് വോയിസ് എടുത്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതിന് മുന്നേയും പല യൂട്യൂബേഴ്സിൻ്റെ കേസിൽ ഞാൻ ഇതന്നെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് എന്താണോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇതെന്താ സംഗതി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് വേറെ ആർക്കെങ്കിലും അറിയുന്ന സമയത്ത് അവർ വിളിച്ച് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ ഈ വിളിച്ച് പറയുന്ന വ്യക്തി ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ തട്ടിപ്പായിരിക്കാം. അങ്ങനത്തെ ഒരുപാട് കേസ് ഉണ്ടാവും. പക്ഷേ പല ആൾക്കാർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞ വോയിസ് റീച്ചിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആശയം വ്യക്തമാക്കിയിട്ട് അതിന് ഇതിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ വോയിസ് ഒക്കെ പുറത്തു വിടും. അങ്ങനെ എന്തൊക്കെയോ സംഗതികളാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ പറയാൻ പോകുന്നത് ഇവരുടെ ബോഡി ലാംഗ്വേജ് പ്ലസ് അവർ ഈ പറഞ്ഞിട്ടുള്ളൊരു സംഭവം, അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് അത്ര മോശമൊന്നുമല്ല കേട്ടോ. റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, നോട്ട് എവറിബഡി ഈസ് ഇൻ ടു യുവർ പേഴ്സണൽ തിങ്സ്. നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി മാത്രം ചൊറിഞ്ഞുകൊണ്ട് വരുന്നതല്ല. അതായത് എൻ്റെ ഒരു ഇത് ഇത്രയേ ഉള്ളൂ. എവിടെയാണോ സോഷ്യലി, അല്ലെങ്കിൽ നമ്മൾ സോഷ്യലി ഉദ്ദേശിച്ചത് ഈ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന പാരലൽ സ്പേസിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ കയറാൻ അല്ലെങ്കിൽ 4 ആൾ കാണാൻ ചാൻസസ് ഉള്ള കോണ്ടന്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നതിനപ്പുറം ഒന്നുമില്ല. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. ഓഫ് കോഴ്സ് നെഗറ്റീവ് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒന്നും കൂടി സ്പ്രെഡ് ചെയ്യുക. അതിങ്ങനെയാണ്, അത് എല്ലാ മേഖലയിലും അങ്ങനെയാണ്. പോസിറ്റീവായിട്ട് നമ്മൾ പറയേണ്ട ഒരുപാട് കാര്യങ്ങളും ചിലപ്പോൾ കേൾക്കാൻ ആൾക്കാരുണ്ടായിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? വി കാൺട്ട് ഹെൽപ്പ് ഇറ്റ്, അല്ലേ? അപ്പോൾ നമ്മളും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ചാരിറ്റിക്ക് എല്ലാ ഒരാളും ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഹേർട്ട് ചെയ്യുന്നതിന് ഞാൻ പറയണം. ഞാൻ ഇപ്പോൾ ആ വ്യക്തി ചെയ്തു മറ്റേ വ്യക്തി ചെയ്തു എന്നുള്ളതിനൊന്നുമല്ല എക്സ്പ്ലനേഷൻ, ഇതിനൊന്നും ഞാൻ പറയുന്നില്ല. അത് കേസോ എന്തായിട്ട് പോയിക്കോട്ടെ കേട്ടോ. പക്ഷേ നമ്മൾ വളരെ മാന്യമായിട്ട് ഇത് കണ്ട സ്ഥിതി, പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇറ്റ് ഹേർട്സ് വെൻ യു ലിസൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന, അതായത് പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ, നല്ലത് പറയുന്നവരുണ്ട്. പക്ഷെ നല്ലത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നിങ്ങൾ പ്രാർത്ഥന എന്നാണ് ഉദ്ദേശിച്ചത്? നല്ലത് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് വാസ് റിയലി നോട്ട് റൈറ്റ്. അത് ശരിയായില്ല. ആ പറഞ്ഞ സെൻറ്റൻസിനോട് മാത്രം വേറെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ബാക്കി എന്താ പറഞ്ഞാൽ നിങ്ങൾ അത്രയും അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എല്ലാം നിങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടതാണ് സോഷ്യൽ മീഡിയയിൽ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ കൊണ്ടുവന്നിട്ടു, അതിന് നിങ്ങൾ എന്താണ് അനുഭവിച്ചെന്നുള്ളത് മനസ്സിലായി. അതൊന്നും ഒരു സ്ത്രീക്കും വരരുതേ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു, എന്തൊക്കെ ആയി. അങ്ങനെയാണ് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇതുപോലെ ജസ്റ്റ് 1-2 കാര്യങ്ങൾ മാത്രം ദീപ്തി പറയുന്നു കേൾക്കുന്നു. തിരിച്ചു വെച്ച് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. എഴുതി കൊടുത്ത പരാതി, ആളുകളുടെ പേര്, പിന്നെ അവിടുന്ന് തന്ന റിസിപ്റ്റ് കുറച്ച് കാണിച്ചു തരാമേ. ബാക്കിയെല്ലാം കാണിക്കാമല്ലോ അല്ലേ? വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കേസ് കൊടുത്തത് തന്നെയാണ്. പിന്നെ നമ്മൾ ചാനലുകാർക്ക് മാത്രമല്ല
റിയാക്ഷൻ വീഡിയോ ചെയ്ത ചാനലുകാർക്ക് മാത്രമല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടല്ല, അതിൻ്റെ താഴെ വന്ന വൾഗറായിട്ടുള്ള കമൻസിനെ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രധാന കാരണം. അതിന് ഹാർട്ട് കൊടുക്കുക, അതിനെ കൊണ്ട് പിൻ ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യം. ഞാനിട്ട വീഡിയോയുടെ കാര്യം എടുത്ത് ഇത്തിരി സ്പീഡ് കൂട്ടി ചാനലിലിട്ടിട്ട് പിന്നെ അതിനെ അങ്ങ് പുച്ഛം തോന്നുന്നു, കളിയാക്കുന്നു, പാടുന്നു, കരയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ ചാനലിൽ എന്താണെന്നുള്ളത്. ഇത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ, അതെല്ലാവരും കേട്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളതാണല്ലോ കമന്റ് ബോക്സ്. അതിന് പ്രത്യേകിച്ചും മറ്റൊരിടത്ത് ഇനി സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത തെറ്റൊക്കെ നിങ്ങൾ വിളിച്ചു പറയുന്നതെങ്കിൽ ആ നന്നാക്കുന്ന കാര്യത്തിൽ നമ്മളെ പറയുന്നത് നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി പോയി. നിങ്ങൾ നന്നാക്കുമല്ലേ, നിങ്ങൾക്ക് പൈസ വേണ്ടല്ലോ. ഞാൻ ബാക്കിയുള്ളവരുടെ കഥ എനിക്കറിയില്ല കേട്ടോ, ആരെക്കുറിച്ചാണ് പറഞ്ഞില്ല. അവരൊരാളെ പേര് പറയുന്നതെന്ന് പറയാം. പക്ഷേ പൊതുവേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ഇത് സമൂഹത്തിൽ എന്ത് നന്നാക്കണം, ഇവരുടെയൊക്കെ ലൈഫ് വിളിച്ചു പറഞ്ഞിട്ട് എന്ത് നന്മ വരാനാണ് ലൈഫിൽ. ഇത് കാണാനൊരു ഓഡിയൻസ് ഉണ്ട്. ബേസിക്കലി എനിക്ക് 2 ചാനലുണ്ടല്ലോ, മറ്റൊരു ന്യൂസ് ചാനലും ഇതാണ്. ബേസിക്കായിട്ട് ഇത് കാണാനൊരു ഓഡിയൻസ് ഉണ്ടെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. ആ ഓഡിയൻസിന് താല്പര്യമുണ്ട്, അവർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ അവർ കാണുന്നത്. അതിന് മോണിറ്റൈസേഷൻ മാത്രമേ ഉള്ളൂ. വെറുതെ ഓരോരുത്തർ സമൂഹത്തെ നന്മ ചെയ്യാൻ നന്നാക്കുക. അത് ആരെങ്കിലും പറഞ്ഞോ എനിക്കറിയില്ല കേട്ടോ. റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാരൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ ഇതൊന്നും പറയുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച് എന്നെ അല്ലാന്ന് ഇവർ ഉദ്ദേശിച്ച് എന്നെ അല്ലാന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ പറയും, ഞാൻ ലാസ്റ്റ് സംസാരിച്ച സമയത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കാര്യം കൊണ്ട് മാത്രമാണ് റാണി ഇതിന്. പിന്നെ ഇത്രയേ ഉള്ളൂ, കാലാകാലമായിട്ട് ഇവരൊന്നും സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള നേർച്ച നമ്മൾ എവിടെയും നേർന്നിട്ടില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇടുന്നതാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അത് മോശമായിട്ട് കണ്ടാൽ മോശം ഇൻ ദ സെൻസ് നമുക്ക് മോശം എന്ന് ഞാൻ പറയുന്നില്ല, സോറി ഫോർ ദാറ്റ്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്ന റീസൺ കൊണ്ടാണ്. ഇത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ബിക്കോസ് പൊതുജനം പല ആൾക്കാരും പല രീതിയിൽ ഇതവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടാണ് ഇത്രയധികം പോയിട്ടുള്ള അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എക്സ്ട്രീം ആയതുകൊണ്ടായിരിക്കാം അവർ കേസ് കൊടുത്തിട്ടുള്ളത്, വളരെ എക്സ്ട്രീം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കും മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വീഡിയോ ചെയ്യാമെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ സംഗതി യൂട്യൂബ് ലീഗലി പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. റിയാക്ട് ചെയ്യാം, ഫെയർ യൂസേജ് പോളിസിയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ കിടക്കുന്നു എന്ന് ആരെങ്കിലും അതിൽ കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്കുള്ള ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കേസ് കൊടുക്കാം. നിങ്ങൾ കേസ് കൊടുക്കൂ, അതിൻ്റെതായ രീതിയിൽ പോവുക. എങ്കിലും സമ്മതിക്കും 4 പേരെ കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കി ജീവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ഓരോ നേരത്തെ അരിയും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരുടെ പ്രാക്കാണെന്നുള്ളത് നിങ്ങൾ അത് സമ്മതിക്കണം. റിയാക്ഷൻ വീഡിയോക്കാർ സമ്മതിക്കണം. കാരണം നിങ്ങൾ ഒരു വീഡിയോ ഒരാളുടെ അടുത്ത് നോക്കുമ്പോൾ അത്രയും എന്താണ് നെഗറ്റീവ് വീഴുന്നത്, എന്തിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ ഇതിലൂടെ ഇത് പലരും നമുക്ക് അയച്ചു തരുമ്പോഴും ഇതിൽ കിടക്കുന്ന കമൻറ്റ് കാണുമ്പോൾ നമ്മുടെ നെഞ്ചുരുകുന്നുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും, എത്ര പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാന്ന് പറഞ്ഞാലും, എത്ര ബോൾഡാന്ന് പറഞ്ഞാലും കരഞ്ഞു പോകും ചില സമയത്ത്. നമുക്ക് വേറെ വഴിയില്ല. അപ്പം നമ്മുടെയൊക്കെ പ്രാക്കാണ് ഈ പല റിയാക്ഷൻ വീഡിയോകാര് മാമുണ്ണുന്നത്. 1 2 പിന്നെ നല്ലത് പറയുന്നവരും ഉണ്ട്. നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി കഴിക്കാം. നല്ലത് പറയുന്നവരെ മാത്രം നമ്മൾ അംഗീകരിക്കുമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കമന്റ് അയ്യോ മതി വയ്യ. ബാക്കിയും കൂടി ഞാൻ റിയാക്ട് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പം വീണ്ടും കേൾക്കുന്ന സമയത്തെ അനുഗ്രഹം ചൊരിഞ്ഞാലും മറ്റേ അണ്ണം പറയണ മാതിരി ഭഗവാനെ അണ്ണല്ലേ നമ്മുടെ ഡവറിയോളി പറഞ്ഞവരെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ഒരു സംശയമില്ല. അത് എനിക്കാണെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും അത് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക. എക്സ്പെക്റ്റേഷൻ റെഡ്യൂസസ് ജോയ്സ് ഇൻ ലൈഫ്. മറ്റാൾ ഇത് പറയണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സാധനത്തിന് അല്ലേ, നമ്മളൊരു സംഗതി സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തേക്ക് അപ്പോൾ പൊതുജനത്തിന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇയാൾ ഇതേ കണ്ടീഷനിൽ തന്നെ പെർസീവ് ചെയ്യണം, എന്നിട്ട് അയാൾ അതന്നെ ചിന്തിക്കണം, അയാൾ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ പോലും അത് നടക്കുന്നില്ല. നമ്മുടെ സഹോദരങ്ങൾ തമ്മിലും ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നിട്ടുള്ള 2 പേര് 3 പേര് തമ്മിൽ പോലും അത് നടക്കുന്നില്ല ഈ ലോകത്ത്. മനസ്സിലായില്ലേ? വീട്ടിനുള്ളിൽ തന്നെ നടക്കുന്നില്ല. അത്രയും സ്വരച്ചേർച്ചയിൽ പോകുന്നുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലും പോകുന്നില്ല, പ്രശ്നങ്ങളില്ലാതിരിക്കില്ലല്ലേ. അപ്പോൾ ഈ പൊതുജനത്തിന് ഈ വീഡിയോ ഇട്ടിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്താ ഉള്ളത്? അവരുടെ സമയമാണ് നിങ്ങളുടെ അരിമണി, അവരുടെ സമയമാണ് നിങ്ങളുടെ പൈസ, അവരുടെ സമയം, നിങ്ങളുടെ ഇൻ ദ സെൻസ് നമ്മുടെ എല്ലാവരുടെയും. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ഇവരുടെ അല്ല, ഇത് കാണുന്ന ആൾക്കാരുടെയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ കോണ്ടന്റ് സ്റ്റോപ്പ് ചെയ്യൂ.
യു സ്റ്റോപ്പ് ഡൂയിങ് യുവർ തിങ്സ്. നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കൂ. വീട്ടിൽ വെക്കേണ്ട സംഗതികൾ വീട്ടിൽ തന്നെ വെക്കൂ, പുറത്തേക്ക് ഇറക്കാതിരിക്കൂ. വീട്ടിൽ നടക്കേണ്ട സംഗതികൾ വീട്ടിൽ തന്നെ കഥ കടച്ചിട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ നമ്മൾ വീട്ടിനുള്ളിൽ കഥ കടച്ചിട്ട് തന്നെ ചെയ്യൂ. പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുന്ന സമയത്ത് 4 ആൾ അറിഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിപ്രായം ഡെഫിനറ്റ് പറയും. അത് പല രീതിയിൽ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് രീതിയിലാണോ റിയാക്ട് ചെയ്യേണ്ടത് അങ്ങനെ റിയാക്ട് ചെയ്യാൻ. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചതിൻ്റെ ബേസിലാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായി. അല്ലാതെ ഇത് കാണുന്ന എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുമാണ് ഇത് നമ്മുടെ ഓണേഴ്സ്. നിങ്ങളാണ് നിങ്ങളുടെ സമയമാണ് എൻ്റെ ഡോളർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ദീപ്തി സീതത്തോടിനെ പറ്റി പറയുന്ന സമയത്ത് ദീപ്തി സീതത്തോടിനല്ല ഈ ഒരു ഡോളേഴ്സിൻ്റെ അവകാശം. ദി ഡോളർ ബിലോങ്സ് ടു ദി പേഴ്സൺ ഹൂസ് വാച്ചിങ് ദിസ് വീഡിയോ. അതാണ് സംഭവം. യൂട്യൂബിന് ആരും എംപ്ലോയർ ഇല്ല, സ്വന്തമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് യൂട്യൂബ് എന്ന് പല ആൾക്കാരും പറയും. അല്ല, യൂട്യൂബിന് നല്ല 1-ാം തരം എംപ്ലോയർ ഉണ്ട്. അത് സബ്സ്ക്രൈബേഴ്സാണ്, അല്ല കാണുന്നവരാണ്. സബ്സ്ക്രൈബേഴ്സ് അല്ല, അത് കാണുന്ന വ്യക്തികളാണ് അതിൻ്റെ ഓണേഴ്സാണ് മനസ്സിലാക്കുന്നത്. അവരുടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആ അരിമണി, അവരുടെ സമയത്തിൻ്റെ അരിമണി. അല്ലാണ്ട് കുറച്ചു നേരം ദീപ്തി സീതത്തോടിൻ്റെ അരിമണി, പിന്നെ പ്രവീൺ പ്രണവിൻ്റെ അരിമണി, അങ്ങനെ ഇവരെല്ലാവരും കൂടി തുറന്നിരിക്കുന്ന പലചരക്കടയിൽ നിന്ന് റേഷൻ വാങ്ങി ഉണ്ണുന്ന വ്യക്തികളൊന്നല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെയൊന്നും പറയരുത്, ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ശരിയല്ല എന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ കേട്ടോ എൻ്റെ അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഹോപ്പ് ഞാൻ ഹേർട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ദിസ് ഇസ് കം ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഐ ഹവ് ഗോട്ട് ഓൾ ആക്സസ് ടു കോൾ യു. നിങ്ങൾ എനിക്ക് വിളിച്ച് സംസാരിക്കാമായിരുന്നു, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ് വേ. ബിക്കോസ് ഇത് എല്ലാവരും കണ്ട സ്ഥിതിക്ക് ഞാൻ അടങ്ങുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ഫ്രട്ടേണിറ്റിയെ ഒരുമിച്ച് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഗിവ് യുവർ റിപ്ലൈ. ഇതാണ് സംഭവം. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇങ്ങനെ ഒന്നും അഹങ്കരിച്ച് സംസാരിക്കരുത്. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഒരുപാട് അഹങ്കാരം ഫീൽ ചെയ്തു കേട്ടോ, ഒരുപാട് അഹങ്കാരം ഫീൽ ചെയ്തു. ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് എൻ എക്സാമ്പിൾ ഉള്ളി. അതുപോലുള്ള പല ആൾക്കാരും നിങ്ങൾക്ക് ഒരുപാട് കമൻസ് വന്നിട്ട് പല രീതിയിൽ അത് പറയുന്ന സമയത്തും നമ്മളെപ്പോലുള്ള ചില ആൾക്കാർ അത് ഫേവറായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ബിക്കോസ് വി ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ്. ഐ ജസ്റ്റ് ഡോണ്ട് ഗിവ് ദിസ് തിങ്. നമ്മളത് വിചാരിക്കുന്നില്ല. നമ്മൾ അതുപോലത്തെ ആൾക്കാരെ എക്സ്പോസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരൊക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ കമൻസ് മോശം വരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. ഇതെല്ലാം നടക്കുന്നത് ഇതുപോലുള്ള ആൾക്കാർ വന്നിട്ട് റെസ്പോണ്ട് ചെയ്യുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തികൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകൊണ്ടാണ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. അവർക്കും അതിൻ്റെ പേടിയുണ്ട്. നാളെ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ട് പല ആൾക്കാരും ചർച്ചയാക്കും. നിങ്ങളൊരു വിഷയം നിങ്ങൾക്ക് പ്രശ്നം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ദെൽ ബി ലോട്ട് ഓഫ് പീപ്പിൾ ടു ഡിസ്കസ് ഓൺ ഇറ്റ്. നോട്ട് എവറി ടൈം ഇറ്റ്സ് നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഇതൊന്നും നെഗറ്റിവിറ്റി കുത്തിപ്പൊക്കലല്ല. നിങ്ങളുടെ വിഷയം നിങ്ങളിപ്പോൾ നാളെ എന്തെങ്കിലും ഞാൻ കുറച്ച് സൈഡ് വരെ വിഷയങ്ങളൊന്നും എടുത്തിരുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ എന്തെങ്കിലും സംഭവം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങളത് എത്ര വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിലും അത് കാണാനും കേൾക്കാനും ആൾക്കാരില്ല എന്നുള്ള ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഹി വിൽ നെവർ ഡെയർ ടു ടച്ച് ഇറ്റ്. ബിക്കോസ് എന്തിന് സമയം കളയണം? ഞാൻ എന്തിനും എൻ്റെ അത്രയധികം സമയം കളയണം? ബിക്കോസ് ജസ്റ്റ് ഫോർ ഇറെലവൻറ്റ് ടോപ്പിക്സ്. റെലവൻ്റ് അല്ലാത്തൊരു ടോപ്പിക്കാണ് ദീപ്തി സീതത്തോട് ഫോർ എക്സാമ്പിൾ കേട്ടോ. ദീപ്തി സീത അല്ലെങ്കിൽ മറ്റേ വ്ളോഗർ സംസാരിച്ച് എന്ന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യില്ല. പിന്നെ സിമ്പിൾ ലോജിക്കാണ്. അനുഗ്രഹം പിന്നെ പ്രാക്ക് ഇസ് ഫൈൻ, നമ്മുടെ പ്രാക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ വലിയ വാക്കുകളല്ലേ. മനുഷ്യന്മാർക്ക് അനുഗ്രഹിക്കാൻ പറ്റുമോ? ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലേ. മനുഷ്യന്മാർക്ക് ഒരിക്കലും മനുഷ്യന്മാർക്ക് ഞാനങ്ങനെ വിശ്വസിക്കുന്നു കേട്ടോ. എന്നെക്കുറിച്ച് എൻ്റെ അടിയിൽ വന്ന് ഞാൻ അങ്ങനെ പറയാം. ഞാൻ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ അനുഗ്രഹം കൊടുക്കും പേഴ്സണലി. എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ അത് പറയാം. എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ അനുഗ്രഹം കൊടുക്കും. അതുകൊണ്ട് അനുഗ്രഹം വേണ്ടവർ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഒന്നും കൂടി കൂടുതൽ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുക. 2 ലൈക്ക് ചെയ്യരുത്, അനുഗ്രഹം കിട്ടില്ല. പിന്നെ അതിലേറെ കൂടുതൽ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് അനുഗ്രഹമാണ്. അനുഗ്രഹം കൊണ്ട് അടിപിടി, ടോട്ടൽ അനുഗ്രഹം, ആകെ മൊത്തം ടോട്ടൽ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി നിങ്ങൾക്ക് മാത്രമല്ല അനുഗ്രഹം വേണ്ട, നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർക്കും അനുഗ്രഹം വേണമെങ്കിൽ എൻ്റെ ചാനൽ റെക്കമെൻഡ് ചെയ്യൂ, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യൂ, അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ അനുഗ്രഹം വാങ്ങിക്കൂ. മനസ്സിലായില്ലേ? ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.